അധ്യായം എടുക്കാം. സാംസ് 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ആരാധിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം സങ്കീർത്തന ധ്യാനത്തിനായി വായിച്ച 51-ാം സങ്കീർത്തനം നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ഇന്ന് പകൽക്കാലം ദാവീദ് ചെയ്ത പാപത്തെക്കുറിച്ച് നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുത്താനല്ല പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനം തന്നേക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം തിരുവത്താഴമുണ്ട്. ഇന്ന് പകൽക്കാലം വിശുദ്ധ തിരുവത്താഴത്തിലേക്ക് കരങ്ങൾ നീട്ടുന്നതിന് മുമ്പായി ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, ഒരു പക്ഷേ നിങ്ങൾ പാപമല്ല എന്ന് കരുതിയ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടതെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു പുതിയ തുടക്കത്തിനായി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസമായി, ഒരു സമയമായി മാറുവാൻ ഈ സങ്കീർത്തനം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ദാവീദ് ഊരിയാവിനെ തൻ്റെ ട്രിക്ക് കൊണ്ട് കൊന്നതിന് ശേഷം താൻ ഇഷ്ടപ്പെട്ട സ്ത്രീയെ ബത്ശേബയെ തൻ്റെ ഭാര്യയായി വശീകരിച്ചെടുത്തു. ഇതാണ് അതിൻ്റെ സന്ദർഭം. മാനുഷികമായ ഒരു രാജാവിന് ചെയ്യാവുന്ന, അല്ലെങ്കിൽ രാജാവിന് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ അധികാരങ്ങളും പദവികളും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ട് സാധുവായ ഒരു മനുഷ്യനെ കൊന്നിട്ട് താൻ വിശുദ്ധനാണ്, ദൈവവൈതലാണ് എന്നുള്ള ചിന്തയിൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവത്തിൻ്റെ
തുടർന്ന് തനിക്ക് ജീവിതത്തിലുണ്ടായ മനസ്താപത്തിൻ്റെ ഒരു ചരിത്രം 51 സങ്കീർത്തനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഞാനിവിടെ കടന്നു വന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോഴും ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സ്വയനീതിയാണ്. ഞാൻ വിശ്വാസിയാ, ഞാൻ വിശുദ്ധനാ. ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ തിരിഞ്ഞ് ചിന്തിക്കുവാൻ, ദൈവം ഉദ്ദേശിക്കുന്ന അളവിൽ ആ വിശുദ്ധിയിലേക്ക് ഞാൻ നടത്തപ്പെടുന്നുണ്ടോ? എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ എപ്പോഴും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിശുദ്ധി കാക്കുന്നവനാണോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് സങ്കീർത്തനം സഹായിക്കട്ടെ. സങ്കീർത്തനം എങ്ങനെയാണ് പാടുന്നത്? ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കൊണ്ട് എന്നോട് കൃപയുണ്ടാകണമേ. എൻ്റെ കരുണയുടെ ബോധപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. സങ്കീർത്തനക്കാരൻ 3 കാര്യങ്ങളാണ് ആ 2 വാക്യങ്ങൾ പറയുന്നത്. എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. നമ്മൾ വായിച്ചു വിടുമ്പോൾ ഇതെല്ലാം ചുമ്മാ അങ്ങ് വായിച്ചു വിടുക അല്ലേ? ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ആദ്യം പറയുന്നത് ദൈവമേ എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഗാഡ് ബ്ലോട്ട് ഔട്ട് മൈ ട്രാൻസ്ഗ്രഷൻ. നമ്മൾ ലംഘനങ്ങൾ വായിക്കുന്ന അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ഗ്രഷൻ, അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവമേ, നീ എനിക്ക് തന്നിട്ടുള്ള അതിരിനെ വിട്ട് ഞാൻ പോയത് എന്നോട് നീ ക്ഷമിക്കണമേ. അടുത്ത് പറയുന്നത് എന്നെ നീ കഴുകണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് വാഷ് മീ ഫ്രം ഓൾ മൈ ഇനിക്വിറ്റീസ്. ഇനിക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് വളരെ ലളിതമായ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു തന്നാൽ എൻ്റെ ക്രൂക്കഡ്നെസ്സിനെ, അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ നീ എനിക്ക് വച്ചിരുന്ന പാതയിൽ നിന്ന് ഞാൻ മാറിപ്പോയതിനെ നീ എന്നിൽ നിന്ന് കഴുകിക്കളയണമേ. മൂന്നാമതായിട്ട് പറയുന്നത് എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. പാപം, സിൻ, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്നാണെന്നറിയാം. നമ്മൾ തോന്നുന്നത് കള്ളു കുടിക്കുന്നതും പിടി വിളിക്കുന്നതും അഡൾട്ടറി ചെയ്യുന്നതും അതിന് മാന്നുന്ന പാപം എന്ന്. നോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആത്മീയ അർത്ഥത്തിൽ പാപം എന്നുള്ളതിന് ഉള്ള ഗ്രീക്ക് വേർഡ് നിങ്ങൾക്കറിയാം, ഹമാർഷ്യ. അതിൻ്റെ അർത്ഥം മിസ് ദ മാർക്ക്. ദൈവപൈതലെ എനിക്കും നിങ്ങൾക്കും മുമ്പിൽ വച്ചിരിക്കുന്ന മാർക്കിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ സിന്നേഴ്സ്. ദ പ്രോബ്ലം, നമുക്കുള്ള വിശ്വാസികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കുറേ പാപങ്ങളുണ്ട്. അതാണ് നമുക്ക് പാപം. ബട്ട് ബൈബിൾ, ദൈവവചനം പഠിപ്പിക്കുന്ന പാപം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ആ മാർക്ക്, അല്ലെങ്കിൽ ആ എൻഡ്. ഇങ്ങനെ ദൈവവചനം പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എൻ്റെ ദൈവമക്കളെ, ആദാം നഷ്ടപ്പെടുത്തിയ ദൈവ തേജസ് നിങ്ങളിലേക്ക് മടക്കി തരുവാനായിട്ടാണ് കാൽവറിയിൽ എൻ്റെ യേശു അവസാനത്തുള്ളി രക്തം വരെയും ചീന്തിയത്. അതിൻ്റെ ഓർമ്മ ഇന്ന് പകൽക്കാലം ഇവിടെ. ആ ദൈവ തേജസ് നിങ്ങളിലേക്ക് വരുവാൻ, എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിൽ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെയും നിങ്ങളുടെ മുമ്പുള്ള മാർക്ക് എന്ന് പറയുന്നത് ദൈവ തേജസ്സുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഈ വർഷത്തെ നമ്മുടെ സഭയോടുള്ള ദൂതും അതാ. പക്ഷെ ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ ജീവിതാനുഭവങ്ങളിൽ എത്ര പ്രാവശ്യം ദൈവ തേജസ് നിന്നിൽ വെളിപ്പെടാതെ വണ്ണം, ആ മാർക്ക് നിന്നിൽ വരാതെ വണ്ണം അതിനെ തടസ്സപ്പെടുത്തുന്ന എത്ര ജീവിതാനുഭവങ്ങൾ നിങ്ങൾ പോയി? സങ്കീർത്തനക്കാരൻ പറയുന്ന ഇതാ, കർത്താവേ, നീ എനിക്ക് വെച്ചിട്ടുള്ള അതിരിനെ വിട്ടുപോയത് നീ എന്നോട് പൊറുക്കണം. ഞാൻ എൻ്റെ ക്രൂക്കഡ്നെസ്, അല്ലെങ്കിൽ നിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് പോയത് നീ എന്നെ കഴുകിക്കളയണമേ. എൻ്റെ മാർക്കിലേക്ക് പോകുന്ന എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മറന്ന് ജീവിത എൻ്റെ ജീവിതാനുഭവത്തെ നീ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പോൽക്കാലം പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കുന്നത്, ആരാധനയ്ക്ക് മുമ്പായി നിങ്ങൾ എഴുന്നേറ്റ് നിന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് മുമ്പായി, തിരുവത്താഴത്തിലേക്ക് കൈനീട്ടുന്നതിന് മുമ്പായി, ഇത് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപിയാണ്.
ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ആലോചന ഞാൻ പറയുന്നത്, സഹോദര സഹോദരി, ക്രിസ്തീയ ജീവിതം വെറും കളിയല്ല കേട്ടോ. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ജോക്ക്. എന്നിലും നിന്നിലും ദൈവതേജസ്സ് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പം ഞാനും നിങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം അതിനുവേണ്ടി തീഷ്ണതയുള്ളവരാ. ദാവീദ് കരയുന്ന കരച്ചിൽ നിങ്ങൾക്ക് താഴെ കാണാമല്ലോ. ദൈവമേ, രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനെ എനിക്ക് തരണമേ, നീ എൻ്റെ നാവിനെ ഒന്ന് തുറക്കണമേ, ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിലെ ദൈവസന്നിധിയിൽ വന്നിട്ട് നിനക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംതിങ് somewhere wrong. You need to identify that thing in this afternoon. സഭയിൽ വന്ന് കണ്ണും തുറന്നിരുന്ന് അവിടെ ഇവിടെ നോക്കി നീ ദേവാലയത്തിലായിരിക്കുന്നെങ്കിൽ സംതിങ് somewhere wrong. Because you are not coming to the presence of God. Something holding you back. ഇന്ന് പകൽക്കാലം ഒരു തിരിച്ചറിവിലേക്ക് വാ ദൈവമക്കളെ. ദൈവസന്നിധിയിൽ വന്നിട്ട് നന്ദിയോടെ ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്നില്ലെങ്കിൽ something somewhere wrong. The connection has some problem. ദൈവത്തിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിര് വിട്ടൊരു വാക്ക് സംസാരിക്കാൻ ഒരു വിശ്വാസിനിക്ക് അവകാശമില്ല. കൂട്ടുസഹോദരനായതുകൊണ്ട് കൂട്ടുസഹോദരി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത തമാശ പറയാം. നോ, I have seen many believers, they are talking jokes with a double meaning. No, അതൊന്നും നമുക്ക് പാപമല്ലേ ദൈവമക്കളെ. Today afternoon we need to come to a position where we need to surrender our life with a clear understanding to receive the glory of God. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ദേവസഭ എഴുന്നേറ്റ് എന്ന് പറയുന്നത്, നിങ്ങളും ഞാനും എൻ്റർടൈൻ ചെയ്യേണ്ടത് ദൈവവചനത്തിലും ദൈവശബ്ദത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പലപ്പോഴും പ്രബോധിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതൊന്നും നമുക്ക് പാപമല്ല. പക്ഷെ ദൈവവചനം പറയുന്നു, ഞാനും നിങ്ങളും ദൈവം വച്ചിട്ടുള്ള അതിര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ that's sin. ഹല്ലേലൂയ. കരുണയ്ക്കായി ധൈര്യത്തോടെ ഇന്ന് പോൽക്കാലം കൃപാസനത്തോടെ അടുത്ത് വരുവാനിടയായി തീരട്ടെ. ദാവീദേ, നീ വിശുദ്ധനല്ലേ? നിന്റെ മേൽ അഭിഷേകം വീണതല്ലേ? നീ ദൈവശക്തി അനുഭവിച്ചവനല്ലേ? Why is it so? നീ അതിര് മാറി, അതിര് വിട്ട് നീ പോയി. നീ സൈന്യം യുദ്ധത്തിലായിരുന്നപ്പോൾ മാറിയിരുന്ന് പ്രാർത്ഥിക്കേണ്ടവൻ, ദൈവാലോചന ചോദിക്കേണ്ടവൻ മാളികയുലാത്തുവാൻ പോയി. അത് അവൻ്റെ ജീവിതത്തിൽ പാപം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇറ്റ്സ് നോട്ട് ഓൾ ഓഫ് എസ് അബൌട്ട് എ സിൻ, ട്രാൻസ്ഗ്രഷൻ, ഇന്നിക്വിറ്റി, സിൻ. യു നോ ദ ഫ്ലോ. ഇന്ന് പകൽക്കാലം ദൈവവേദലേ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലെറ്റ് us be a real Christians, never to be a hypocrite. വിശ്വാസിയാന്ന് പറഞ്ഞ് അഭിനയിക്കുവാൻ, സഭ വരുമ്പോൾ കൈകൊട്ടി പാടുവാൻ, ഒരു പടിയും കൂടെ പറഞ്ഞാൽ അന്യഭാഷ പറയുന്ന പോലെ നാവുകൾ ചലിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. But today Holy Spirit wants you to come to a position where really you need to understand and you need to ensure that you are a real Christian. Hallelujah. ദാവീദ് ഇതെല്ലാം ചെയ്തിട്ട് എനിക്കൊന്ന് മാസങ്ങളോളം വിശുദ്ധനായി തന്നെ ആയിരിക്കും ജീവിച്ചത്. പക്ഷെ ദൈവവേദന ഒരു ദിവസം നാഥാൻ വന്നു. നമ്മളെല്ലാം ഇങ്ങനെ ഹാഫ് ബേക്കഡ് കേക്ക് പോലെ ജീവിക്കും. വൺ ഡേ നാഥാൻ വിൽ കം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ കുറ്റം വിധിക്കുന്നതിന് മുമ്പായി ദൈവസഭയെ വിശുദ്ധിക്കായി നമുക്ക് മാറാം. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്നവരായി മാറാം. ഹല്ലേലൂയ. Let us ignore every compromise kind of lifestyle. സ്തുതിക്കാൻ കഴിയാത്ത എന്നാന്നറിയാമോ? പിശാച് ബന്ധിച്ചൊന്നുമല്ല, നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എവിടെ വെച്ചൊരു തകരാറുണ്ട്.
ചിലരൊന്നും പാസ്റ്റർ എനിക്ക് ആരാധനയ്ക്ക് വന്ന് ആരാധിക്കാനേ പറ്റത്തില്ല. പോയി കുത്തിയിരുന്ന് നോക്ക് ജീവിതത്തിൽ. പാസ്റ്ററിനോട് തലേ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറയാതെ. എന്നിട്ടങ്ങ് പറയും ആ കറുത്തവൻ അങ്ങ് ബന്ധിക്കുക. എവിടെ ബന്ധിക്കാനാ? തന്നെ ഇരുന്ന് അങ്ങ് ബന്ധിക്കുക. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കത്തില്ല. TV കണ്ടുകൊണ്ടേ ഇരിക്കും, സീരിയൽ കണ്ടുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് പാസ്റ്ററിനോട് പറയാം ആരാധനയ്ക്ക് വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഒഴുക്ക് വരുന്നില്ല. എന്തോ ഒഴുക്ക്? Come on my brothers and sisters. Hallelujah. നിർത്തതെല്ലാം. 2017 5-ാം മാസം 7-ാം തീയതി നമ്മൾ സഭയോടുള്ള ദൂത്, ഞാൻ എൻ്റെ തേജസ് നിന്റെ മേൽ വരുത്തുമെന്ന്. How many of you can say that? ദൈവ തേജസ് എന്നിൽ വെളിപ്പെട്ടു എന്ന്. ഹല്ലേലൂയ. ദൈവ തേജസ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ദൈവജനമേ, ഞാനും നിങ്ങളും ഇങ്ങനെയല്ല ഇരിക്കേണ്ട ദൈവസന്നിധി. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നടന്നു പോകുമ്പം അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. എൻ്റെയും നോട്ടത്തിൽ ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനത്തെ മുഴുവൻ പറയാനൊന്നും സമയമില്ല. ഞാൻ ഈ ജസ്റ്റ് ഇതിൽ നിന്നുകൊണ്ട് പറയുക. താഴോട്ട് വായിച്ചു നോക്കിയാൽ, നീ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. അത് പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു ഭാഗം അത് തൊട്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നാൽ അവൻ എങ്ങനെ ശുദ്ധീകരിച്ച് ദിവസം അത് പറയുന്നത് ഇങ്ങനെയാണ്. ഈ സോപ്പ് തണ്ട്, ദേവദാരുവിൻ്റെ ഒരു കഷ്ണം, 2 ജീവനുള്ള പക്ഷികൾ, ചുവപ്പ് നൂല്, ഇതെല്ലാം കൂടി എടുത്തുകൊണ്ടിട്ട് ഉറവുവെള്ളത്തിൻ്റെ മേൽ മൺപാത്രത്തിന്മേൽ വെച്ച് ഒരു പക്ഷിയെ കീറും. ആ ഒഴുകുന്ന ചോര ഇതെല്ലാം കൂടി എടുത്ത് ആ കുഷ്ഠരോഗം മാറിയവൻ്റെ മേൽ തളിക്കും. എന്നിട്ട് പുരോഹിതൻ വിളിച്ചു പറയും, ഇവൻ ശുദ്ധനായി തീർന്നു. പഴയ നിയമത്തിൽ ഒരു കുഷ്ഠരോഗി ശുദ്ധനായി തീർന്നു അവനെ പാളയത്തിലേക്ക് സ്വീകരിക്കുന്ന രീതിയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, കാൽവരിയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒഴുകപ്പെട്ട തിരുരക്തത്തെ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ ഒന്ന് കഴുകിയിട്ട് തിരുവത്താഴത്തിൽ പങ്കെടുത്ത് ഒരു പുതിയ ജീവിതാനുഭവത്തിന് ഉടമയായി നിങ്ങൾ മാറണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ അവസാനം പറഞ്ഞു നിർത്തുന്നത് അറിയാമോ? നീ എൻ്റെ അധരങ്ങളെ തുറക്ക്, ഞാൻ നിന്നെ സ്തുതിക്കാം. അതിൻ്റെ 18-ഉം 19-ഉം വാക്യം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. അത് നമ്മളൊന്ന് വായിച്ചു നോക്കി, ഇതുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെ സങ്കീർത്തനക്കാരൻ അവൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൻ വരുമ്പോൾ പറയുന്നത്, ദൈവമേ നീ സിയോനോട് കരുണ ചെയ്യണമേ. ദൈവസഭയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഭാരമില്ലെങ്കിൽ ഇന്ന് പോൽക്കാലം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സംവെയർ റോങ്. നിങ്ങൾ ദൈവസന്നിധിയിൽ യോഗ്യരായി മാറുമ്പോൾ ദൈവസഭയെക്കുറിച്ചുള്ള വേദന നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടും. സഭയിൽ ആത്മാക്കളില്ലെങ്കിൽ, സഭയിൽ ദൈവശക്തി വ്യാപരിക്കുന്നില്ലെങ്കിൽ, കൃപാവരങ്ങളാൽ ദൈവജനം നിറയുന്നില്ലെങ്കിൽ അതിനുവേണ്ടി കരയുന്ന എത്ര ദൈവമക്കളുണ്ട്. നമുക്ക് വിസ വന്നില്ലെങ്കിൽ, ജോലി പോയെങ്കിൽ, വിസ കിട്ടിയില്ലെങ്കിൽ, ടെർമിനേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ കുത്തിയിരുന്ന് കരയത്തില്ലേ? സഭയിൽ ദൈവമേ കൃപാവരങ്ങൾ ആരും നിറയുന്നില്ലല്ലോ, പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നില്ലല്ലോ, പ്രവാചകിമാർ ഉണരുന്നില്ലല്ലോ എന്ന് പറയുന്ന അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. എന്താ കണ്ണുനീര് വരാത്തതെന്നറിയാമോ? സഭയെക്കുറിച്ചുള്ള ഭാരം വരുന്നില്ല. കാരണം വ്യക്തിപരമായ ജീവിതത്തിൽ ഇനിയും ദൈവവുമായിട്ട് റീകൺസൽ ചെയ്യാനായിട്ട് പലതുമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ 2017 മെയ് മാസം 7-ാം തീയതി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ദിനമായി മാറട്ടെ. ഞാൻ സങ്കീർത്തനം ഇവിടെ നിർത്താൻ പോവുക. ദാവീദ് ദൈവസനിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പം അവനെ ദൈവം വീണ്ടും ബലീവനാക്കി തീർത്തു. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പാപം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കാറ്റഗറൈസ് ചെയ്ത പാപങ്ങളല്ല ദൈവമക്കളെ. ദൈവം നിനക്ക് വച്ചിട്ടുള്ള ദൈവിക വ്യവസ്ഥകൾക്കപ്പുറത്തായി എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞേച്ച് ദൈവാത്മാവിൻ്റെ ഇടപെടലിനെ നീ മറുതലിച്ചിട്ട് കട്ടിലേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുണ്ടെങ്കിൽ അത് പാപമാണ്. അതുപോലെക്കാലം അങ്ങനെയുള്ള പാപത്തോട് നീ ഒരു നോ പറ. ദൈവത്തിലെ ഞാനും നിങ്ങളും ദൈവകരങ്ങളിൽ ശക്തന്മാരായി തീരണമോ? എൻ്റെയും നിങ്ങളുടെയും നിലവുകൾ, വിചാരങ്ങൾ
എപ്പോഴും എപ്പോഴും സ്വർഗത്തിലേതായി തീരട്ടെ. ഹല്ലേലൂയ. എവിടെ പോയാലും നിങ്ങൾ ദൈവവേദലായി ദൈവമക്കളായി തീരുവാൻ, ഒരു ദൈവവേദലാണെന്നുള്ള ചിന്തയിൽ ആയിരിക്കാൻ, അതിനുവേണ്ടി സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ സങ്കീർത്തനത്തിന് അധിക ഭാഗങ്ങൾ തൊട്ടില്ല. ഒരു കാര്യം, ഒരു ശുദ്ധീകരണം എന്ന പോൽക്കാലം ദൈവാത്മാ ആഗ്രഹിക്കുന്നു. അതിനായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. കാൽവറിയിൽ നിനക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തം ഇതുപോൽക്കാലം വിശ്വാസത്താൽ നീ എടുത്ത് അപ്ലൈ ചെയ്. ദേഹം, ദേഹി, ആത്മാവിൽ ഒരു വിടുതൽ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയായത്. ഇതുപോൽക്കാലം നീയും ഞാനും പ്രാർത്ഥിച്ചാൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. ആ രക്തത്താൽ കഴുകുവാൻ. ഹല്ലേലൂയ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണശ്രേയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നൽക്കാലം ഏൽപ്പിച്ചു കൊടുത്തിട്ട് കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പാപക്കറ ഏറ്റ അങ്കി നീ നീക്കി, കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്കാം. ജീവൊഴുകുന്നു അശുദ്ധർക്കായി, കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചു കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, ഹിമം പോൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടുകൂടി ഹല്ലേലൂയ പറഞ്ഞാണ്. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ബലത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഹല്ലേലൂയ. ആമേൻ. തിരുവചനം ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ ദൈവം ഹല്ലേലൂയ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യരോട് തങ്ങളുടെ പിഴകളെ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ നമുക്ക് ആരോടെങ്കിലും ഹല്ലേലൂയ കർത്താവേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കയ്പ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് ആ കർത്താവിനെ നമുക്ക്
ഹല്ലേലൂയ കർത്താവേ, അങ്ങനെ ഒന്ന് ഏറ്റു പറയാൻ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഇന്ന് ഈ പകൽക്കാലം നമ്മളിത് തയ്യാറായ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഉപരിയായി നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവം എന്നിവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ഉപരിയായി നമ്മളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഇന്നിവിടെ ഹല്ലേലൂയ കർത്താവേ എഴുന്നള്ളിയിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ഓ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ കർത്താവേ,
ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാവരും വിശുദ്ധകരങ്ങൾ ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് കർത്തൃമേശ ശുശ്രൂഷകൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഇന്ന് സാക്ഷ്യത്തിനായിട്ട് സമയം നമ്മൾ വേർതിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശുശ്രൂഷയിലേക്ക് ദീർഘത്തിൽ പ്രവേശിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കതിനായിട്ട് അല്പസമയത്തെ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 11:23 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. 1 കൊരിന്ത്യർ 11:23 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നു പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായി പിതാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ സ്തോത്രം. അങ്ങയുടെ തിരുവചനങ്ങൾ ഞങ്ങളിവിടെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസത്തോടെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ ശക്തി ഇവിടെ വ്യാപരിക്കുന്നതിനെ ഓർത്ത് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം തമ്പുരാൻ്റെ കരങ്ങൾ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് അതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വം തിരുമിനെടുക്കണം യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ മുമ്പിൽ തിരുമേശ കർത്തൃമേശ ആയിരിക്കുമ്പോൾ അല്പസമയം തിരുമേശയോടുള്ള കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ അല്പസമയം ഈ വചനഭാഗത്ത് നിന്ന് ചിന്തിപ്പിക്കുവാൻ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ക്രൈസ്തവ സഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചിട്ടുള്ള 2 അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ 2 കൂദാശകളാണ്. ഒന്ന് സ്നാനവും, രണ്ടാമത് കർത്തൃമേശയും. സ്നാനം എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കപ്പെട്ടവർ ഒരിക്കലായി അനുസരിക്കേണ്ടതത്രേ. എന്നാൽ കർത്തൃമേശ അത് വിശ്വസിച്ച് സ്നാനമേറ്റവർ സഭായോഗത്തിന് കൂടി വരുമ്പോൾ അനുസരിക്കേണ്ടതത്രേ. പ്രൈസ് ദി ലോർഡ്. കർത്തൃമേശയെ സംബന്ധിച്ച് ഏതാനും ചില വസ്തുതകൾ വേഗത്തിൽ ഓർമ്മിപ്പിച്ചിട്ട് തുടർന്നുള്ള ശുശ്രൂഷയിൽ കടക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. വിശ്വാസികൾ കർത്തൃമേശയിൽ സംബന്ധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കർത്തൃമേശയിൽ ഭാഗവാക്കാകുന്നതിലൂടെ കർത്താവിൻ്റെ ഘനമേറിയ കൽപ്പനയെ അനുസരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്തൃമേശാചരണം, തിരുവത്താഴ ശുശ്രൂഷ, അങ്ങനെ നാം സാധാരണയായി ഈ ശുശ്രൂഷയെ വിളിക്കാറുള്ളപ്പോൾ വേദപുസ്തകത്തിൽ അപ്പം നുറുക്കൽ, കർത്താവിൻ്റെ മേശ, കർത്താവിൻ്റെ അത്താഴം എന്നീ പേരുകൾ പറഞ്ഞിരിക്കുന്നു. കർത്തൃമേശ ആചരണത്തിൻ്റെ പ്രാധാന്യം ഇതിൽ ഭാഗമാക്കാകുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിശുദ്ധ സഭായോഗത്തിൽ കർത്തൃമേശാചരണത്തിന് വളരെ പ്രാധാന്യമായ സ്ഥാനമാണുള്ളത്. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിലൂടെ ദൈവത്തിന് നമ്മോടുള്ള അളവറ്റ സ്നേഹത്തെയും ദൈവത്തിൻ്റെ വലിയ കരുണയെയും ദൈവത്തിൻ്റെ ആ കരുണയുടെ മാഹാത്മ്യത്തെയുമൊക്കെ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. പ്രൈസ് ദി ലോർഡ്.
ഈ ധ്യാന ചിന്തകൾ ദൈവത്തെ ആദരവോടെ വണങ്ങുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ ഉണർത്തി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. കർത്തൃമേശയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ സഭായുഗത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ അരുമനാഥനായ യേശു കർത്താവിനെ സ്നേഹപൂർവം നാം ഓർക്കുന്നതും കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നതുമായ ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ ശുശ്രൂഷ. പെസഹ അത്താഴം കഴിഞ്ഞ ശേഷം യേശു കർത്താവ് ശിഷ്യന്മാർക്ക് ഈ ശുശ്രൂഷ സ്ഥാപിച്ചു നൽകുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് ശിഷ്യന്മാരുടെ ഗണത്തിലില്ലായിരുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷയെക്കുറിച്ച് ആധികാരികമായി എഴുതുവാൻ തക്കവണ്ണം അപ്പസ്തോലനായ പൗലോസിന് കർത്താവിൽ നിന്ന് വെളിപ്പാട് ലഭിക്കുകയായിരുന്നു. അപ്പസ്തോലനായ പൗലോസ് ഇങ്ങനെ എഴുതി, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആ ഘോര രാത്രിയിൽ രക്തം വാർന്നു മരിക്കുവാൻ പോകുന്നതിൻ്റെ ഒരുക്കം ഒരിടത്ത് നടക്കുമ്പോൾ മറ്റൊരിടത്ത് അതിൻ്റെ ഓർമ്മ ശുശ്രൂഷ സ്ഥാപിക്കുന്നതിൻ്റെ ഒരുക്കവും നടക്കുകയായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശു തൻ്റെ ശരീരം പാപികളായ നമുക്ക് വേണ്ടി തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് നാം ജീവിക്കുന്നതിനു വേണ്ടി, നാം ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ അകൃത്യയാഗമാക്കി തീർത്തിട്ട് ക്രൂശിൽ ചൊരിഞ്ഞ തൻ്റെ പരിശുദ്ധ രക്തത്താൽ എന്നേക്കുമായി നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്ത കാൽവരി ക്രൂശിലെ യേശു ക്രിസ്തുവിൻ്റെ പരമയാഗത്തെ ഓർക്കുകയാണ് ഓരോ കർത്തൃമേശ ശുശ്രൂഷയിലൂടെയും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം അപ്പം നുറുക്കുമ്പോഴും ഈ പാനപാത്രത്തിൽ നിന്ന് നാം കുടിക്കുമ്പോഴും യേശു സഭയെ ചേർക്കാൻ വരുന്നത് വരെ നാം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഓർമ്മയുടെ ശുശ്രൂഷ എന്ന് നാം പറയുമ്പോൾ തൻ്റെ ക്രൂശ് മരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. മറിച്ച് തൻ്റെ സകല മഹത്വത്തെയും സംബന്ധിക്കുന്ന മരിക്കാത്ത ശ്രേഷ്ഠമായ ഓർമ്മയാണ് ഈ ശുശ്രൂഷ. സമ്മിശ്രമായ ഓർമ്മകളുടെ ഒരു വലിയ സംഗമമാണ് കർത്തൃമേശാചരണം. ഇതിൽ ഓരോന്നും അതത് നിലയിൽ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ദൈവകരുണയുടെ വലിയ മഹത്തായ പ്രദർശനമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമരണം എന്ന് പറയുന്നത്. ആ ശാപകരമായ മരണമാണ് നാശയോഗ്യരായ മാനവരാശിയെ തേജോമനായ പരിശുദ്ധനായ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ കാരണമായി തീർന്നത്. ആ നിലയിൽ കർത്താവ് കാൽവരി ക്രൂശിൽ 6 മണിക്കൂറോളം അനുഭവിച്ച
അതികഠിനമായ ആ വ്യഥയുടെ, ആ വേദനയുടെ ആ പാരമ്യം, അതിൻ്റെ ആ തീഷ്ണത നമ്മൾ ഓർക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, ദൈവജനത്തിൻ്റെ ഓർമ്മകളിലൂടെ ഈ കർത്തൃമേശ ശുശ്രൂഷയിൽ, ഈ ആ ക്രൂശിലെ യാഗത്തിലെ ധ്യാനത്തിലൂടെ, ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും, ഓരോ മണിക്കൂറിലും, ഓരോ നിമിഷത്തിലും നമ്മുടെ ഹൃദയത്തിൽ ഇത് നിറഞ്ഞു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രൂശിലെ യാഗത്തിലൂടെ പരിശുദ്ധനായ തമ്പുരാൻ, സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ആ യാഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പാപികളായ മാനവരാശിയെ അതിലൂടെ വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രൻ അനുഭവിച്ച ക്ലേശങ്ങളും കഷ്ടങ്ങളും സഹനങ്ങളും എത്രയെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലൂടെ, ഈ യാഗമരണത്തിലൂടെ മാനവരാശിയെ കർത്താവ് വീണ്ടെടുക്കുമ്പോൾ നമ്മൾ ഇന്നലെ കേൾക്കുവാനിടയായി തീർന്നു, വിലയേറിയ മുത്തിനെ അന്വേഷിക്കുന്ന വ്യാപാരിയെക്കുറിച്ച്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഇത്ര ഒരു വിലയേറിയ മുത്തായി തീർക്കുവാൻ തക്കവണ്ണം അരുമനാഥനായ കർത്താവ് അവൻ സകലതും ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്ര വിലയേറിയൊരു മുത്തിനെ സമ്പാദിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, ശ്രേഷ്ഠകരമായ ഒരു മുത്തായി നമ്മളെ മാറ്റി തീർക്കുവാൻ തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഈ ശ്രേഷ്ഠകരമായ ഒരു മുത്തായി നമ്മൾ തീർന്നുവെന്ന്, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവെങ്കിൽ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എങ്കിൽ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിക്കട്ടെ, ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആർക്കാണ് ഈ ശുശ്രൂഷയിലേക്ക് ഭാഗഭാക്കാക്കുവാൻ യോഗ്യതയുള്ളത്? വേഗത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് നമുക്ക് വായിക്കുമൊരു ഭാഗം 1 കൊരിന്ത്യർ 11:26 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനുമാകും. അയോഗ്യമായി ആരും തിരുമേശയിലേക്ക് അടുത്തു വരരുത്. യോഗ്യതയില്ലാതെ ആരും ഈ തിരുമേശയിൽ നിന്ന് ഭാഗഭാക്കാകരുത്. താഴോട്ട്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. ഇതിന് ഞാൻ യോഗ്യനാണോ യോഗ്യയാണോ എന്ന് അവനവൻ തന്നെത്താൻ ശോധന ചെയ്യണം. ഇന്ന് സങ്കീർത്തന ധ്യാനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ടിടയായി തീർന്നതുപോലെ നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയായി തീരണം. ഒരു നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞിട്ടല്ല, സ്തോത്രം, ദാവീദിനൊരു മാനസാന്തരം ഉണ്ടായെങ്കിൽ ഒരു നാഥാൻ പ്രവാചകനെ ദൈവം അയക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും ഹൃദയത്തോട് ഇടപെടുമ്പോൾ ഹല്ലേലൂയ ഇന്നതിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകണം. എന്തെങ്കിലും വ്യസനത്തിനുള്ള മാർഗങ്ങൾ എന്നിലുണ്ടോ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ച് തരുമാറാകണമെന്ന് ആത്മാർത്ഥമായി ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്. ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുപറയുവാൻ നമ്മൾ സന്നദ്ധരാകണം. തിരുമേശയിലേക്ക് കരങ്ങൾ നീട്ടുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ,
ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷിയോടെ വിശുദ്ധിയോടുകൂടി ഈ തിരുമേശയിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാനിത് ഓർമ്മിപ്പിക്കും. യോഗ്യത. കർത്താവിൻ്റെ ശരീരത്തോട് ബന്ധമില്ലാത്ത, കൂട്ടായ്മയില്ലാത്ത ആർക്കും ഇതിൽ നിന്ന് ഭാഗഭാക്കാകുവാൻ അനുവാദമില്ല. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതം പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് കൂട്ടായ്മ പുലർത്തുകയും സഭാരാധനയിൽ കൃത്യമായി കടന്നു വരികയും ദൈവവചനമനുസരിച്ച്, ദൈവസഭയുടെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവദാസന്മാരെ അനുസരിച്ച്, ദൈവവചനം ഉപദേശം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതിലേക്ക് കരം നീട്ടുവാൻ അനുവാദമുണ്ട്. അവനവനെ തന്നെ ശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്. താഴോട്ട് നമ്മളിവിടെ വായിക്കുന്നു 30-ാം വാക്യം വായിച്ചോട്ടെ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിനെ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. നാം നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ കുറവുകൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് ഈ തിരുമേശയിലേക്ക് കടക്കുവാനിടയായിത്തീരണം. അങ്ങനെ ചെയ്യാഞ്ഞാൽ പലപ്പോഴും നമ്മളിവിടെ വായിക്കുന്നു, അത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോടെ നമുക്ക് തിരുമേശയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം യെശയ്യാ പുസ്തകം 53-ന്റെ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കെല്ലാവരും വേദപുസ്തകം എടുത്താട്ടെ. യെശയ്യാ 53 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗം ആരെങ്കിലും വായിക്കുമ്പോൾ നമ്മൾ വളരെ ധ്യാനത്തോടുകൂടി ആ ഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ 53 1 മുതൽ 12 വരെ. ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും
ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ എല്ലാവരും ഈ തിരുവചന ഭാഗങ്ങൾ ഹൃദയത്തിലൊന്ന് ധ്യാനിക്കുമ്പോൾ സ്വയമായി ഈ സമയം അവനവനെ തന്നെ ഒന്ന് ശോധന ചെയ്യുമാറാകണേ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ അരുമനാഥനായ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ അരുമനാഥനെ നമ്മുടെ ഹൃദയത്തിലൊന്ന് ധ്യാനിച്ച് ഈ സമയം ഹല്ലേലൂയ, നമ്മൾ മുമ്പ് കേട്ടതുപോലെ ആർക്കാണ് യോഗ്യതയുള്ളത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഓരോരുത്തരോടും ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൃഷ്ടിക്കുന്നവരുമായിരിക്കണമെന്ന് തിരുവചനം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കൽ കൂടി ശാന്തമായി അവരവരെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മളോട് ഓർമ്മിപ്പിച്ചുകൊടുത്ത ഏതെങ്കിലും കുറവുകളോ ബലഹീനതകളോ പോരായ്മകളോ നമ്മളിലുണ്ടെങ്കിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് അതൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഏറ്റു പറഞ്ഞാട്ടെ. എൻ്റെ ദൈവമേ, നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ തിരുമേശയിലേക്ക് കടന്നു വരുവാൻ നീ എന്നെ ഒന്ന് സഹായിക്കുമാറാകണമേ. ദൈവമേ, അങ്ങൊന്ന് മഹത്വപ്പെടുത്തുവാൻ എനിക്കൊന്ന് കൃപ ചെയ്യുമാറാകണമേ. ആത്മാർത്ഥമായി എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ പറയുവാൻ തയ്യാറാകണം. ആരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ പകയമോ പിണക്കമോ അസൂയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരത്ത് പ്രാപിച്ച് ഏറ്റവും കഴിയുന്ന ആ സമയത്ത് അടുത്ത സമയത്ത് തന്നെ ആ വ്യക്തികളോട് ഞാൻ ഏറ്റുപറഞ്ഞുകൊള്ളാമെന്നൊരു തീരുമാനമെടുത്ത് അവനവൻ്റെ ഹൃദയങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകുമാറാകണമേ, ഒന്ന് വിശുദ്ധീകരിക്കുമാറാകണമേ എന്ന് ആത്മാർത്ഥമായി ഈ സമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാണ്ട് ഒരു നിമിഷം എല്ലാവരും തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ.